ഉണക്കിയല്ലേ പുത്തരി കൊണ്ട് നീ പൊഞ്ചവരമ്പേൽ കൂട്ടിന്നു പോകുവാൻ കാത്തിരുന്ന് ഇനി പാട്ടൊന്നു കേൾക്കുവാൻ പാത്തിരുന്ന്. ഹലോ ഹായ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു യെല്ലോ ഫ്ലവറിനെ കുറിച്ചിട്ടാണ്. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഓൾറെഡി ഞാൻ എൻ്റെ സ്റ്റാറ്റസിലും അതുപോലെ തന്നെ എൻ്റെ ഗാർഡൻ ടൂറിലും ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേറെ പൂക്കൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഒരു ഇതാണ് കേട്ടോ, ഇത്രയേറെ നിറയെ പൂക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങളുടെ ഓരോരുത്തരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതിൽ. വീഡിയോയിലേക്ക് പോകുന്നതിനെക്കാട്ടി മുമ്പ് 2 അപ്ഡേഷൻസ് ഉണ്ട്. അതായത് ലോട്ടസ് സീഡ്സ് ഞാൻ ഇങ്ങനെ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഷിഫ്റ്റ് ചെയ്തിട്ട് അപ്പം അതിൻ്റെ ഒരു എങ്ങനെയാണ് പൂ വന്നോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് നിങ്ങൾക്ക് കാണിക്കാം. കൂടാതെ aquaponicsനെ കുറിച്ചിട്ട്, അതായത് നമ്മളെ ഫിഷ് ടാങ്കിൻ്റെ അകത്ത് നമ്മൾ ഫിൽറ്ററൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പച്ചക്കറികൾ, അതായത് കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ മത്തൻ, ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, തക്കാളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടായോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക്. വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓൾറെഡി ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഒരു കുഴപ്പമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വീട്ടിലുള്ള വേസ്റ്റാണ് മീനുകൾക്ക് കൊടുക്കുന്നത്. വേറെ ഒരു പ്രത്യേകമായിട്ട് ഒരു കെയറിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ഒരു aquaponics സിസ്റ്റം നമ്മൾ ചെയ്തത് അതും സക്സസ്ഫുൾ ആയി. നമ്മളതിൻ്റെ ഉള്ളിൽ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി, കറിവേപ്പില, അതുപോലെ മത്തൻ, ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആദ്യത്തെ സ്റ്റേജസ് ആണ് കേട്ടോ. നമ്മൾ ഓരോരോ സ്റ്റേജസ് ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്തൊക്കെ അതിൽ കണ്ടില്ലേ, വേരുകളൊക്കെ വന്ന് തുടങ്ങിയതാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ തക്കാളിയൊക്കെ വളരെയധികം ഹെൽത്തി ആയിട്ട് ഒരുപാട് ഇലകളൊക്കെ ആയിട്ട് വന്ന് നമ്മളത് കെട്ടിക്കൊടുത്തിരിക്കുക സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, തക്കാളി കായ്ക്കുകയും ചെയ്തു. സാധാരണ മണ്ണിൽ നട്ടാൽ ചിലവർക്ക് ഒരു കായ പോലും പിടിക്കുന്നില്ല എന്ന് പറയും. എനിക്കും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നോക്കിക്കേ, ഈ ഒരു വെള്ളത്തിൽ വെച്ചപ്പം ഈ ഒരു ഒറ്റ ഇതിൻ്റെ മീനിൻ്റെ ഈ ഒരു ഫിൽറ്റർ ഈ സംഭവത്തിൽ നിന്നാണ് ഇപ്പോൾ ഇത് ഉണ്ടായിട്ടുള്ളത്. പോരാത്തതിന് നമുക്ക് മത്തൻ്റെ വള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും, നിറയെ പടർന്ന് പിടിച്ചിരിക്കുകയാണ്. വള്ളി മാത്രമല്ല, അതിൽ കായ്ക്കും ചെയ്തു. നിറയെ ഇലകൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ പരം വേറെ ഒന്നും തെളിവുകൾ ഇനി വേണ്ടാലോ. അപ്പം ഒരുപാട് പേര് എന്നോട് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഉണ്ടായി കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ശരിക്കുമുള്ള ഫലം കിട്ടുക. അപ്പോൾ നമുക്ക് ഇത് എന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. ഇത് നമ്മൾ സക്സസ് ആയതുകൊണ്ട് മാത്രം പറയുകയാണ്. പിന്നെ ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, മേലേക്ക് നമ്മുടെ ടെറസിൻ്റെ മേലേക്കൊക്കെ അത് പടർന്ന് പിടിച്ച് കയറിയിട്ട് അവിടെയൊക്കെ ഒരുപാട് ഇലകൾ വന്നിട്ടുണ്ട്. അപ്പം പല പല സ്റ്റേജസ് ആയിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. കണ്ടോ നിങ്ങൾ, മുകളിലേക്കൊക്കെ പടർന്ന് പിടിച്ച് കയറി നിറയെ ഇലകളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മണ്ണിൽ കുറച്ച് മുമ്പായിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരൊറ്റ കായ പോലും ഉണ്ടായിരുന്നു. ഇലകളൊക്കെ വന്നു, പക്ഷേ കായ്ച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇതിൽ കണ്ടില്ലേ, ഫുള്ളും ഇലകളും വന്ന് കായ്ക്കുകയും ചെയ്തു. ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ താമര മുളപ്പിച്ചത് ഓൾറെഡി ഞാൻ മുമ്പേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരും കണ്ടു നോക്കുക. ഇതായിരുന്നു അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ്. നമ്മൾ ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് ഒരു സിമെൻറ്റിൻ്റെ ഒരു പോട്ടിലേക്ക്, അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ ഒരു ചട്ടി, വലിയ ചട്ടിയിലേക്ക് മാറ്റി. അതിന് ശേഷമുള്ളൊരു സ്റ്റേജാണ്. പെട്ടെന്ന് തന്നെ ഇലകൾ വന്ന് തുടങ്ങി. പക്ഷേ പൂവിട്ടിട്ടില്ല കേട്ടോ, അതിന് ടൈം ഉണ്ടാവുമായിരിക്കും. വെയിലിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ട് ഈ ഒരു ഭാഗത്ത്. ചിലപ്പോൾ അതിനെ കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ഇലകളൊക്കെ സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് ആയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പൂവ് ഇടാത്തത് ഇനിയിപ്പോൾ ടൈം 6 months ആണ്. 6 months ആയിട്ടില്ല, അവിടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കൈയിൻ്റെ ഉള്ളനടി വെച്ച് കഴിഞ്ഞപ്പോൾ അതിനെക്കാട്ടിയും എത്രയോ വലുപ്പമാണ് നമ്മുടെ ഇലകളൊക്കെ. അപ്പം ഇതാണ് ഇവിടുത്തെ വിശേഷം. അപ്പം നമ്മുടെ ലോട്ടസും ഒക്കെ എത്ര എത്തി എന്നുള്ളത് നമുക്ക് കണ്ടല്ലോ. ഇനിയിപ്പം അതിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഇടാം. നമ്മൾ എങ്ങനെയൊക്കെ അത് ഷിഫ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിലായിട്ട് പറയാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ചെടീനെ പറ്റിയിട്ട് കാണാം കേട്ടോ. ഈ ഒരു ചെടിയുടെ ബൊട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് ഗാൽഫീമിയ ഗ്രസില്ലസ് എന്നാണ്. ഒരുപാട് പേരുകളുണ്ട്. റെയിൻ ഓഫ് ഗോൾഡ്, ഷാർ ഓഫ് ഗോൾഡ്, യെല്ലോ ഫ്ലവേഴ്സ്, ഗോൾഡൻ ഷാ, റെയിൻ ഷാ, ഗോൾഡൻ ത്രയാലിസ്, അങ്ങനെ ഒരുപാട് പേരുകളുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. ക്ലസ്റ്റർ ആയിട്ടാണ് ഈ ഒരു ഫ്ലവർ ഇരിക്കുന്നത്. അത്ര കോമൺ അല്ല ഈ ഒരു ചെടി എന്ന് വെച്ചാൽ. പൊതുവേ ഞാൻ നഴ്സറിയിലൊന്നും കണ്ടിട്ടില്ല. ഒരു ചെറിയ കഷ്ണം കമ്പ് ഒരു 5-6 മാസം മുമ്പ് എനിക്ക് കിട്ടിയതാണ്. അത് ഞാനിങ്ങനെ വേര് പിടിപ്പിച്ചതിൻ്റെ ശേഷം ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടേ ഉള്ളൂ. പോട്ടിലാണ് വെക്കുന്നത് വെച്ചാൽ കൺട്രോളായിട്ട് നമുക്ക് വളർത്താം. നേരെ മറിച്ച് നമ്മൾ മണ്ണിൽ ആണ് നടുന്നത് വെച്ചാൽ അത്യാവശ്യം നല്ല വലിയ മരം തന്നെയായിട്ട് മാറും. നിറയെ പൂക്കളും കിട്ടും.
പിന്നെ ഇതിൻ്റെ മണ്ണിൻ്റെ മിശ്രിതം എന്ന് പറയുകയാണെങ്കിൽ സാധാരണ നമ്മളെ ഗാർഡൻ സോയിലും ചാണകവും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറും ആഡ് ചെയ്തിട്ടുള്ളൂ ആദ്യം. പിന്നെ തീരെ പൂക്കൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. മെയിനായിട്ട് ഞാനിതൊരു ഷെയ്ഡ് അങ്ങനെ അത്ര ഒരു ശക്തമായിട്ടുള്ള വെയിൽ കിട്ടാത്തൊരു സ്ഥലത്തായിരുന്നു വെച്ചത്. പിന്നെ അതിന് ശേഷം മാറ്റിയതിൻ്റെ ശേഷമാണ് നന്നായിട്ട് പൂക്കളിടാൻ തുടങ്ങിയതും. പിന്നെ അതിൽ കുറച്ചൊരു ഫെർട്ടിലൈസേഷൻ, അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനൊന്നും ഇതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് എല്ലുപൊടി അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. അതന്നെ ഒരു 1 ടൈം തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൂക്കൾ വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ കണ്ടില്ലേ കാക്കാപ്പൂവൊക്കെ വിത്ത് വീണിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ വളം ചെയ്യുമ്പോൾ ജസ്റ്റ് മേൽമണ്ണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ ഒരു തവണ ചെയ്തതിനെ കൊണ്ട് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ ചെയ്താൽ മതി. ഇത് മന്ത്ലി ഒക്കെ കൊടുത്താൽ മതി. എന്നാൽ തന്നെ നന്നായിട്ട് പൂക്കൾ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ പൂക്കൾ വന്ന ശാഖകൾ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് വല്ലാണ്ട് ഡീപ്പായിട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു സോഫ്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം വീണ്ടും അതിന് ശാഖകൾ വരും. എപ്പോഴൊക്കെയാണ് നമ്മൾ വളം ചേർക്കുന്നത്, അപ്പോൾ ഈ മേൽമണ്ണ് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം മാത്രം വളം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു കഷ്ണം കമ്പായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു കമ്പ് എന്താ ചെയ്തത് വെച്ചാൽ ഡയറക്റ്റായിട്ട് വലിയ പോട്ടിലേക്ക് നടാതെ ഞാൻ ചെറിയൊരു കവറില്ലേ നമ്മളിതാ ഇതുപോലത്തെ ഒരു കവറിലാണ് നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ജസ്റ്റ് മണലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മണലിൽ ജസ്റ്റ് ഇങ്ങനത്തെ ചെറിയ കമ്പ്, അതായത് ഇത്ര പോകുന്ന ചെറിയ കഷ്ണം ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരുപാട് വലിയ തണ്ട് വുഡി ആയിട്ടുള്ളതല്ല, ഇത് സെമി ഇതായിട്ടുള്ള ചെറുതാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ റൂട്ടിങ് ഹോർമോണൊന്നും കൊടുത്തിട്ടില്ല. നല്ല മഴയുള്ള സമയത്തായിരുന്നു വെച്ച് പിടിപ്പിച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചു. അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു പോട്ടിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടില്ല ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ 2 ആഴ്ച ആയിട്ടേ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇതിന്ന് കട്ട് ചെയ്ത് വെച്ചതാട്ടോ ഇത്. അപ്പം ഇതുപോലെ ഇത് ജസ്റ്റ് 2 ആഴ്ച ആയിട്ടുള്ള പിടിച്ചിട്ടുണ്ടോയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അത് 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ചട്ടിയിലേക്ക് മാറ്റിയത്. അതായത് ഉറപ്പായതിൻ്റെ ശേഷം അത് പിടിച്ച് വേര് വന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിന് എടുക്കാൻ പാടില്ല കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വേര് എപ്പോഴാണ് വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള സമയത്ത് ചിലപ്പം തണുപ്പ് ഇല്ലാത്തൊരു സമയത്തൊക്കെയാണ് നമ്മൾ വെക്കണ വെച്ചാൽ ഇങ്ങനെ കുത്തി പിടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ 2 നേരമായിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രശ്നമേ ഇല്ല. ആ ഒരു ക്ലൈമറ്റ് കറക്റ്റായിട്ടുള്ളൊരു ഇതായിരിക്കും അതിന് കിട്ടുക. പക്ഷേ നമ്മൾ ഈ ചൂടുള്ള സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഡിസംബർ മാസം എന്നൊക്കെ പറയുമ്പോൾ നല്ല തണുപ്പുണ്ട്, എന്നാൽ കൂടിയിട്ട് ചിലപ്പോൾ വെയിലിന് നിന്നൊക്കെ നല്ല ശക്തമായിട്ടുള്ള വെയിലാണ് വരുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2 നേരമായിട്ട് അതിനെ നനയ്ക്കുക. 2 നേരം എന്തായാലും നനച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ പെട്ടെന്ന് അത് വേര് കിട്ടുള്ളൂ കേട്ടോ. ഭാഗ്യം പോലെ ഇരിക്കും. ചിലത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ റൂട്ടിങ് ഹോർമോണൊക്കെ ചിലതിലൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ എനിക്ക് ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. വിത്തുകൾ വഴിയും ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ. അതായത് വിത്തുകൾ ഇങ്ങനെ ബ്രൗൺ കളറായി ഉണങ്ങിക്കഴിഞ്ഞ് താനെ തന്നെ ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലൊക്കെ വീണിട്ട് അവിടെ നിന്ന് തന്നെ തൈകൾ മുളയ്ക്കും. ഇതുവരെ ഞാനത് അങ്ങനെ പരീക്ഷിച്ചിട്ടും കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ കമ്പുകൾ വഴിയാണ് എനിക്ക് ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൂക്കൾക്ക് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുവരെ അങ്ങനത്തെ ഒരു കീടശല്യങ്ങളും ഇതുവരെ അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. നല്ല ഉഷാറായിട്ട് നല്ല ഇലയൊക്കെ നല്ല ഗ്രീനായിട്ടും നല്ല ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയോട് കൂടിയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് വാർന്നു പോകണം, വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അപ്പോഴാണ് ചിലപ്പം അടിഭാഗമൊക്കെ ചീഞ്ഞു പോകാനുള്ള ചാൻസ്. ചെടിയൊന്ന് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വെള്ളത്തിൻ്റെ ഒരു ആവശ്യം അതിന് വരുന്നില്ല. ഒരു ദിവസം സ്കിപ്പായി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെടിക്ക് അങ്ങനെ വാട്ടൊന്നും ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇടയ്ക്ക് ഞാനൊന്ന് വിട്ട് കഴിഞ്ഞാലും അത് ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ നമ്മളെ ഈ ഒരു ചെടീനെ കുറിച്ചിട്ട് പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.